ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി കാണാം. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാൻ ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തക്കാളിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ ഒരു 4 ഭാഗമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സവോള, ചെറിയൊരു സവോളയുടെ ഒരു 1/4 ഭാഗം സവോള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, നല്ല എരിവാകും. അപ്പോൾ കുറച്ച് ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, അത് പകുതിയായിട്ട് കീറിയിട്ടേക്കുന്നതാണ് 3 തോന്നുന്നത്. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി ബീട്രൂട്ടും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെന്ത് ഉടഞ്ഞ് നല്ല വരുവായി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടുകളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റോടെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് കിടക്കുന്നത്. അങ്ങനെ തന്നെ ഒരു 2-3 മിനിറ്റോടെ കിടക്കട്ടെ. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലോണം തിളച്ചെല്ലാം കിടപ്പുണ്ട്. അപ്പം ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നല്ലോണം ആറി വന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ പാൻ വരെ നല്ലോണം ആറി. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ആറിയതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തോടെ ഇടാവുള്ളൂ. ആറുന്നതിന് മുമ്പ് ഇത് അടിച്ചെടുക്കരുത്. ദയവ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പം നല്ലോണം ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കളറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുത്ത ആ മിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം നമ്മൾ. അപ്പം നല്ല കട്ടിയായിട്ടാണ് മിക്സി വന്നേക്കണുണ്ടോ. പുഷ് കൊടുത്തിട്ട് ഒരു തുള്ളി പോലും നിലത്തേക്ക് വല്ല കണ്ടോ, ആ കുറച്ചേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്പൂൺ ഇട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ ആ കുരുവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണും. അപ്പോൾ അതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് അരിച്ച് എടുക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ച് ഈ പാത്രത്തിലേക്ക് തന്നെ ആക്കാം. അപ്പോൾ നമ്മൾ ആ തക്കാളി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതേ പാത്രത്തിലേക്ക്, അതേ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മളിത് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചവര് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് കളയണം. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഗ്യാസ് ലൈറ്റ് ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ സോസ് നല്ലോണം തീക്കിടും നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. ഇത് ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. ഒരു 3-4 ആഴ്ച ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയത്. കണ്ടോ, അതിൻ്റെ ഒരു കളറൊക്കെ നോക്കി, കറക്റ്റ് ഒരു സോസിൻ്റെ അതേ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു 3-4 ആഴ്ചക്കുള്ളിൽ ഇരിക്കില്ല. വളരെ കോസ്റ്റ് കുറച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ടൊമാറ്റോ സോസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.